ഇതാ ഇജാതി സാധനങ്ങളില്ലാണ്ട് നമുക്കൊരു ബ്രാൻഡ് തുടങ്ങാൻ പറ്റൂല. അപ്പൊ ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു, എങ്ങനെയാണ് നിങ്ങൾ പോയി എടുക്കേണ്ടതെന്നും ആരൊക്കെ പോയി എടുക്കേണ്ടതെന്നും പറഞ്ഞിട്ടേ. മാർക്കറ്റില് ഇമ്പോർട്ടഡ് ഫാബ്രിക് ആന്ന് പറഞ്ഞ് വിൽക്കുന്നതില് 90% സൂറത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പോർട്ടഡുകളാണ് കേട്ടോ. എന്നാ ഈ ഇന്ത്യൻ ഇമ്പോർട്ടഡുകളാണ് മാർക്കറ്റ് ഇപ്പോ വാഴുന്നത്. കാരണം ചൈനയിൽ നിന്ന് വരുന്ന ഫാബ്രിക്കുകൾക്ക് അവിടെ 80 രൂപയാണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ 150 രൂപയാവും. അപ്പൊ നമുക്കത് അതുകൊണ്ട് ഒരു ബ്രാൻഡ് തുടങ്ങിയിട്ട് അത് ചെയ്യാൻ പറ്റില്ല. കോട്ടൺ നിറ്റഡ് ഫാബ്രിക് ആണ് തിരുപ്പൂര് മേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോളിസ്റ്റർ ഫാബ്രിക്കുകളാണ് സൂറത്തിൽ മേക്ക് ചെയ്യുന്നത്. എന്നാൽ തിരുപ്പൂര് മേക്ക് ചെയ്യുന്ന ഫാബ്രിക്കിന്റെ ഹൈ എൻഡ് വേഷനിലാണ് ലുധിയാനയിൽ മേക്ക് ചെയ്യുന്നത്. എന്നാൽ ലോ കോസ്റ്റ് കോട്ടൺ ആണ് ജയ്പൂര് മേക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ ആ കോട്ടന്റെ ബ്ലൻഡഡ് ഫാബ്രിക്കുകൾ നമുക്ക് സൂറത്തിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇതുപോലെ ഇന്ത്യയിലെ ഓരോ മാർക്കറ്റിനും ഓരോ ഫാബ്രിക് കൾച്ചർ ഉണ്ട്. അപ്പൊ നിങ്ങളൊരു ബ്രാൻഡ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഈ 20 മീറ്ററോ 30 മീറ്ററോ എടുക്കാൻ ഫാബ്രിക്കിന് അങ്ങോട്ട് പോയിട്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ വേസ്റ്റ് ഓഫ് ടൈം, വേസ്റ്റ് ഓഫ് മണിയാണ്. ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യണ് എന്ന് പറഞ്ഞ് വിളിക്കുന്നതിൽ പല ആൾക്കാരും 5 പീസോ 10 പീസോ പറഞ്ഞിട്ട് വിളിക്കുന്നവരാണ്. ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും ഒരു കാരണവശാലും ഈ സ്ഥലങ്ങളിൽ പോയിട്ട് പർച്ചേസ് ചെയ്യരുത്. നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ കോഴിക്കോട്, എറണാകുളം ചൂസ് ചെയ്യാന്നുള്ളതാണ്.